ഹലോ മക്കളെ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഫിഷ് പിക്കിളാണ് കേട്ടോ. ഫിഷ് എന്ന് പറയണത് കുടുത. നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ കുടുത എന്ന് പറയും, ചിലർ ചൂരാമീൻ എന്ന് പറയും, ചിലർ ടൂണ, അങ്ങനെ പല പേരുകൾ പറയും. നമ്മളെന്തായാലും കുടുത എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കടുകും ഉലുവയും വറുത്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്യാസ് കുറച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഗ്യാസ് ഓഫ് ആവും. ബർണറിൻ്റെ ഉള്ള അഴുക്ക് കയറിയിട്ട് ഗ്യാസ് കുറച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആവും. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് അത് വറുത്തെടുക്കുക. അതായത് കടുക് പൊട്ടുന്നത് കാണാം, കടുക് ഉലുവയും. ആ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്ത് വയ്ക്കുക. കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞ് പോകട്ടാ. പിന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ വെച്ചിട്ട് വീണ്ടും അതിലേക്ക് എന്ത് ചെയ്യുക, എണ്ണ ഒഴിച്ചിട്ട്, നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. നമ്മുടെ അച്ചാറിൽ കടുക് പൊട്ടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി വെളുത്തുള്ളി, ഒരു പിടി ഇഞ്ചി, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചില്ലേ, റോസ്റ്റ് ചെയ്ത് വെച്ച ഉലുവയും കടുകും കൂടി ഞാൻ ഈ മിക്സിയിലേക്ക് ഒരുമിച്ചിട്ടിട്ട് ഞാനത് അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതേ കടുക് പൊട്ടി വരുമ്പോഴേക്കും ഞാനത് അരച്ച് കൊണ്ടുവന്നിട്ട് ആ പേസ്റ്റും കൂടിയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഞാൻ ഇനി വഴറ്റിയെടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ പിടി ഇഞ്ചിയും ഒരു പിടി വെളുത്തുള്ളി എന്നുള്ളത് ഞാനൊരു 3/4 കിലോ ആണ് കേട്ടോ കൂടുതൽ എടുത്തേക്കണത്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എത്രയോ അച്ചാറിലിടണം അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഓരോ പിടി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ അരക്കണയിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ദേ ഞാൻ എണ്ണ അധികം ചേർക്കണ്ട, എണ്ണയും വിനാഗിരി അധികം ചേർക്കാണ്ടാണ് ഞാനിത് കുറേശ്ശെ ഞാൻ എണ്ണ നോക്കിയേ ചേർക്കണത്. അതുപോലെ തന്നെ വിനാഗിരിയും കുറവ് ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ അത്രയും ശരീരത്തിലേക്ക് കുറവല്ലേ എണ്ണയും സുർക്കയൊക്കെ ചെല്ലുള്ളൂ. പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കിയാൽ തന്നെ കൂടുതൽ നാളൊന്നും ഞങ്ങളുടെ വീട്ടിലിരിക്കില്ല, പെട്ടെന്ന് തീരുട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയും സുർക്കയൊക്കെ നമ്മൾ അച്ചാറിൽ എപ്പോഴും കൂടുതൽ ഉപയോഗിക്കുന്നത് കൂടുതൽ നാൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പിന്നെ ഫ്രിഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പരമാവധി അത് കുറച്ചുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. എണ്ണയും അതൊന്നും അധികം ചേർത്തിട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതേ ഞാൻ ഇട്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മുരിഞ്ഞ് വരണം കേട്ടോ, ബ്രൗൺ കളറായിട്ട് വരണം, എന്നാൽ കരിയാനും പാടില്ല. അപ്പോൾ നന്നായി ഇളക്കി ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി എടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്താ വറ്റൽമുളക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല എത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടോ നല്ലതാണ്. പിന്നെ ഞാൻ മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അച്ചാറിൻ്റെ പൊടി, പിക്കിൾ പൗഡർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല കേട്ടോ. അപ്പോൾ ഞാനത് ചേർക്കും. പിന്നെ കായം പൊടി, ഉപ്പ്, കായം മുഴുവൻ കായാണെന്നുണ്ടെങ്കിൽ വറുത്ത് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയുള്ള കാരണം കൊണ്ട് ഞാനത് ചേർത്തു. പിന്നെ വിനാഗിരി ഒഴിച്ചു. പിന്നെ നമുക്ക് ഉപ്പും കായം പൊടിയൊക്കെ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അങ്ങനെ അത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. നല്ല തിളച്ച വെള്ളം, തൊട്ടടുത്ത് അടുപ്പുമ്പോൾ തന്നെ തിളച്ച വെള്ളം വെച്ചിട്ട് തിളച്ച വെള്ളം പരമാവധി നമ്മൾ ഒഴിക്കാൻ നോക്കുക. പച്ചവെള്ളം ഒന്നും കൊണ്ടുപോയി ഒഴിക്കല്ലേ, അപ്പോൾ കേടായി പോകും പെട്ടെന്ന്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ അച്ചാറുകളൊക്കെ ഉണ്ടല്ലോ ചുവപ്പ് നിറമായിട്ടിരിക്കണേക്കെ ആയിട്ടും നമ്മൾ ബീഫായാലൊക്കെ നമ്മളൊക്കെ എങ്ങനെയാണ് കുറച്ച് ഡാർക്ക് കളറായിട്ടിരിക്കണതല്ലേ ഇഷ്ടം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പച്ചമണം മാറുന്നത് വരെ നമ്മളതിനെ നന്നായി ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ഞാനിപ്പോൾ ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മീനില്ലേ കുടുത, അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഞാൻ എണ്ണയിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. കുറേ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇടരുത് കേട്ടോ, കുറച്ചിട്ടിട്ട്. അപ്പോൾ ആ മീനിൻ്റെ ടേസ്റ്റ് പോവും പൊടികളൊക്കെ കൂടി കഴിഞ്ഞാൽ വറക്കണയിൽ. അപ്പോൾ അത് ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് മസാലയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ഈ മീൻ ഇടാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെമ്മീനും ഇതേപോലെ മസാല പുരട്ടി മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ സെയിം ഗ്രേവിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചെമ്മീൻ അച്ചാറായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന രീതി. എന്നിട്ട് ഈ കഷ്ണത്തിലേക്കൊക്കെ നമ്മൾ പറയില്ലേ എപ്പോഴും 2 ദിവസം ഇരുന്ന് അച്ചാറുള്ളതൊക്കെ പിടിച്ചോളുന്ന്, അങ്ങനെയൊന്നല്ല. നമുക്ക് അച്ചാർ ഉണ്ടാക്കിയാൽ തന്നെ കഴിച്ചു തുടങ്ങാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ കഷ്ണങ്ങൾ വറുത്തിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കഷ്ണത്തിലേക്കൊക്കെ ഈ ഗ്രേവിയും ഈ എണ്ണയും സോർക്കും ഇതൊക്കെ പിടിക്കും നന്നായിട്ട് അതിലേക്ക്. അതുപോലെ തന്നെ അച്ചാറിനൊരു പച്ചമണം ഉണ്ടാവില്ല. നല്ല ഡ്രൈ ആയിട്ട് നല്ല
ഒരു ബ്ലാക്ക് കളറിലിരിക്കും ചെയ്യും. ചില അച്ചാറുകൾ കണ്ടിട്ടില്ലേ ചുവപ്പ് നിറത്തിലിരിക്കുന്നത്, ഇത് നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഗ്രേവി കൂടും. ഞങ്ങളുടെ വീട്ടിലധികം ചാറായിട്ടിരിക്കണത് ഇഷ്ടമല്ല ഈ ടൈപ്പ് അച്ചാറുകൾ, ബീഫ് ആയാലും ഫിഷ് ആയാലും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അധികം വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ്, നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.